ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മാധ്യമ നിയന്ത്രണം എന്ന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് കാർഷിക സർവകലാശാല. ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും പരിപാടിയിൽ പ്രവേശനമുണ്ടെന്ന് സർവകലാശാല. രാജ്ഭവൻ ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കിയതോടെയാണ് സർവകലാശാലയുടെ മലക്കം മറിച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അത്തരത്തിലൊരു മാധ്യമ നിയന്ത്രണം ഉണ്ടായി എന്നുള്ളത് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് കാർഷിക സർവകലാശാല ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, നാളെ നടക്കാനിരിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ അസാധാരണ തീരുമാനം സർവകലാശാല അധികൃതർ സ്വീകരിച്ചത്. 25 മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് മാത്രമായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക അവസരമെന്നുള്ള നിലയിലായിരുന്നു ഇവർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. തൃശൂർ പ്രസ് ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ചില മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിരിക്കും ഈ പരിപാടികൾ കവർ ചെയ്യാനുള്ള അനുമതി ഉണ്ടാവുക എന്നുള്ള ഒരു നിലയിലുള്ള നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. ഇക്കാര്യം തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് രാജ്ഭവൻ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ തീരുമാനത്തിന് യാതൊരു വിധത്തിലുള്ള അനുകൂല നിലപാടും സ്വീകരിക്കാതിരിക്കുകയും രാജ്ഭവൻ തന്നെ സർവകലാശാലയുടെ തീരുമാനം തള്ളിപ്പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ മലക്കം മറിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകരുടെ എണ്ണം നിയന്ത്രിക്കുകയും ഈ പരിപാടിക്ക് എത്തുന്ന ആളുകൾ ഇതിലെ ദൃശ്യങ്ങളും ഫോട്ടോയും ചിത്രീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള വിലക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ഫോട്ടോയോ ദൃശ്യങ്ങളോ ചിത്രീകരിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള വിലക്കും നിലനിൽക്കുന്നില്ല എന്നും ഔദ്യോഗിക സർവകലാശാല പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാജ്ഭവൻ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയും ഭാരതാംബ വിവാദത്തിന് പിന്നാലെ കൃഷിമന്ത്രി പി പ്രസാദും അതോടൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഒരേ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയിൽ വിവാദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു നിലയിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു തീരുമാനത്തെ, സർവകലാശാലയുടെ തീരുമാനത്തെ രാജ്ഭവൻ തന്നെ തള്ളിയതോടുകൂടിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ സർവകലാശാല അധികൃതർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ലെവിൻ, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മാധ്യമ നിയന്ത്രണം എന്ന വിഷയത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് കാർഷിക സർവകലാശാല.